കോഴിക്കോട് താമരശ്ശേരിയിൽ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ വന്നവർ ജീവനക്കാരെ ആക്രമിച്ചതായി പരാതി. കൂടുതൽ വിവരങ്ങൾ അഭിരാമി നൽകും. അഭിരാമി, എന്താണ് കോഴിക്കോട് താമരശ്ശേരിയിൽ സംഭവിച്ചത്? ജീവനക്കാർക്ക് മർദ്ദനമേറ്റു എന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? രാജേഷ്, താമരശ്ശേരി ചുങ്കത്ത് ഡ്യൂസ് ആൻഡ് കോ എന്ന IOC പെട്രോൾ പമ്പിലെ ജീവനക്കാരായ അടിവാരം സ്വദേശി ടിറ്റോ, തച്ചമ്പയിൽ സ്വദേശി അഭിഷേക് എന്നിവർക്കാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം നടന്നത്. അതായത് ജീപ്പിൽ ഡീസൽ അടിക്കാൻ എത്തിയ താമരശ്ശേരി കെടവൂർ സ്വദേശിയായ യുനീഷാണ് മർദ്ദിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നത്. ടിറ്റോയെ പമ്പിനകത്തും പുറത്തും ഓടിച്ചിട്ടാണ് ഇയാൾ ആക്രമിച്ചതെന്നാണ് പറയുന്നത്. ഇത് തടയാൻ ശ്രമിച്ചപ്പോഴാണ് അഭിഷേകിനും മർദ്ദനമേറ്റത്. അതായത് 100 രൂപയ്ക്ക് ഇന്ധനം നിറച്ച ശേഷം പണം കൈമാറുന്നതിനായിട്ട് മെഷീനിൽ സംഖ്യ അടിച്ചപ്പോൾ 100,000 എന്നാണ് ഇയാൾ പറയുന്നത്. ഈ പോസ്റ്റ് മെഷീനിലാണ് തുക തെറ്റായി അടിച്ചത്. മെഷീനിൽ നിന്നും QR കോഡ് സ്കാൻ ചെയ്തായിരുന്നു ഗൂഗിൾ പേ ചെയ്യാറുള്ളത്. എന്നാൽ ഇത് തിരുത്തിയ ശേഷം പണം ട്രാൻസ്ഫർ ചെയ്താൽ മതി എന്ന് ജീവനക്കാർ പറഞ്ഞെങ്കിലും തന്നെ വഞ്ചിക്കാൻ ശ്രമിച്ചെന്ന് ആരോപിച്ചായിരുന്നു യുവാവ് മർദ്ദിക്കാൻ കാരണമെന്നാണ് പെട്രോൾ പമ്പ് ജീവനക്കാർ അറിയിച്ചിരിക്കുന്നത്. നാട്ടുകാരും യാത്രക്കാരും ചേർന്നാണ് ഈ യുവാവിനെ പിടിച്ചു മാറ്റി ജീവനക്കാരെ രക്ഷിച്ചത്. പമ്പിൽ തീ അണയ്ക്കുന്നതിനായി ബക്കറ്റിൽ സൂക്ഷിച്ച ഈ മണലടക്കം നിലത്ത് ഒഴിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തിനെ തുടർന്ന് പമ്പ് ഉടമ താമരശ്ശേരി പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. രാജേഷ്, താമരശ്ശേരി പെട്രോൾ പമ്പിൽ ഇന്ധനം അടിക്കാൻ എത്തിയ ആൾ ജീവനക്കാരെ മർദ്ദിച്ചു. പണം ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. വിവരങ്ങൾ നൽകിയത് ഞങ്ങളുടെ പ്രതിനിധി അഭിരാമിയാണ്. മറ്റു വാർത്തകളിലേക്ക്.